ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ചൊവ്വാഴ്ച, ഇന്ന് ബുധനാഴ്ചയാണ്, ചൊവ്വാഴ്ചയിലത്തെ വിശേഷങ്ങളാണ്. അപ്പം ഇന്ന് കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നും അവധിയാവും എന്നൊക്കെയാണ് വിചാരിച്ചത്. ഇന്നത്തെ ഒരു ദിവസം നിർത്താണ്ടുള്ള മഴയായിരുന്നു ഇന്നലെയും ഇന്നും. അപ്പോൾ ദേ പാച്ചുട്ടൻ ഇന്ന് ബർത്ത്ഡേ കേക്കൊക്കെ കൊണ്ട് പോവുകയാണ് കേട്ടോ. ഇന്ന് സ്പൈഡർമാനായിട്ടാണ് പോണത്. അപ്പോൾ അതേ ബർത്ത്ഡേക്ക് പോകാനായിട്ട്, ക്ലാസ്സിൽ പോകാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. പുതിയ ബനിയനും ഒക്കെ ഇട്ട് മൂപ്പര് ഉഷാറായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തോമു ഓൾറെഡി പോയി. ഞാൻ പറഞ്ഞില്ലേ, തോമു പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുക. ഞാൻ ചില ദിവസങ്ങളിൽ കാണാറില്ല കുട്ടി പോണത് കേട്ടോ. അങ്ങനെ ദേ പാച്ചുട്ടനും ചാക്കോച്ചനും ടി വി കാണാണ് പോകാനുള്ള പുറപ്പാടോട് കൂടിയിട്ട്. അങ്ങനെ ദേ കുറച്ച് സമയത്തേക്ക് രാവിലെ ഇന്ന് മഴ ഒന്ന് പിന്നാക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. അല്ലെങ്കിൽ എങ്ങനെയാ വെച്ചാൽ നമ്മുടെ മുറ്റത്ത് വെള്ളമാണ്. ഇവർ പിണ്ടുമ്പോൾ രണ്ടെണ്ണം കൂടി ഓടിപ്പോയിട്ട് ആ വെള്ളത്തിൽ കളിക്കല പണി. അപ്പോൾ രാവിലത്തെ ദേ തോമു പോയതിന് ശേഷം ഡിവൈൻ ദേ പാക്കിങ്ങിലിരുന്നു. ഞാൻ ദേ അത് കഴിഞ്ഞ് ദേ വന്നു. ഇന്ന് പൂരി മസാലയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൂരി ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും അപ്പാപ്പ ഉണ്ടാക്കുക ചെയ്യുക. കാരണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, തണുത്ത് പോവും. അപ്പോൾ നമ്മൾ അത് കയ്യോടെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് നമ്മളുടെ ചപ്പാത്തിയുടെ പൂരി. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര കനം കുറഞ്ഞ പൂരിയാണ് കേട്ടോ. നിങ്ങൾ പലരും ട്രൈ ചെയ്തു, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചെയ്യാത്തവരും ഒന്നും കൂടി ചെയ്ത് നോക്കിയോളൂ. ചപ്പാത്തി ബാക്കി വരുമ്പോൾ അല്ലെങ്കിൽ രണ്ടെണ്ണം കൂടുതൽ പരത്തിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ രണ്ടെണ്ണം ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ തുണികൾ, ഞാൻ രാത്രിയിലിട്ട സാധനങ്ങൾ കയ്യോടെ മടക്കി. കാരണം പരിയപ്പുറത്ത് അങ്ങനെ നമ്മൾ കിടക്കുന്നിടത്തൊക്കെ തുണി ഇടാതെ നമുക്കിവിടെ ശീലമില്ല അങ്ങനെ. അപ്പോൾ ഞാൻ ദേ ഫുൾ അഴയ്ക്ക ഒഴിവാക്കിയിട്ടു. അപ്പോൾ നമുക്ക് വെച്ചാൽ ധൈര്യമായിട്ടത് മടക്കി കൊണ്ട് അലമാരിയിൽ വെക്കുകയും ചെയ്യാം. കാരണം ഒരു എന്താ പറയുക, നനവോ കാര്യങ്ങളോ ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരു കിളിർമതി ഉണ്ടാവും. അങ്ങനെ ദേ പോണതിൻ്റെ മുന്നോടിയായിട്ട് 2 പേരുടെ ഓടിക്കളിയാണ് കേട്ടോ. അങ്ങനെ അപ്പം അവർ പോണോട് കൂടിയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഒതുക്കാൻ തുടങ്ങി. അപ്പോൾ ഡിവൈൻ്റെ സെക്ഷൻ കഴിഞ്ഞു എണീറ്റോട് കൂടിയിട്ട് ഞാൻ അവിടെ ഇരുന്നു. ഞങ്ങളിങ്ങനെ മാറിയിട്ടാണ് കേട്ടോ കാര്യങ്ങൾ. ഇതിവിടെ പരസ്പരം മാലയാണ്. അപ്പോൾ ഈ പരസ്പരം മാലയ്ക്കുള്ള പേരെങ്ങനെ വന്നതെന്ന് നിങ്ങൾക്കറിയോ? കുറച്ച് പേർക്കൊക്കെ അറിയാം. നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ പരസ്പരം സീരിയൽ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഗായത്രിക്ക് വേണ്ടിയിട്ട് നമ്മളാണ് മാല കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മാല കൊടുത്ത്, അപ്പോൾ കണ്ടിന്യൂറ്റി ഉള്ള കാരണം 2-3 മാല ഒരുപോലെ, അതായത് ഒരെണ്ണം കഴിയുമ്പോൾ സീരിയൽ കഴിയുവോളം വേണമല്ലോ. അങ്ങനെ ഈ മാല ഇട്ട്, അങ്ങനെ ആ മാല ഇട്ട് വന്നപ്പോൾ പരസ്പരം മാല എന്ന് പേര് വന്നു. അപ്പോൾ ശരിക്കും നമ്മളുടെ മാലയാണ് ഈ പരസ്പരം മാല എന്ന് പറയുന്നത് കേട്ടോ. ഞാനിപ്പോഴും പറയും, അങ്ങനെ ഒരു പേര് നമ്മളുടെ ഒരു ഇതിൽ വന്നല്ലോ എന്ന് പറയും ഞാൻ. അപ്പോൾ ഇതൊക്കെ കൊച്ചു വളകളാണ്. കൊച്ചെന്ന് പറഞ്ഞാൽ 2-2, 2-4 അഡ്ജസ്റ്റബിളാണ്. അതായത് ഇങ്ങനെ തള പോലെയാണ്, ഇങ്ങനെ അകറ്റി ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഞാനൊന്ന് പാക്ക് ചെയ്തതിന് ശേഷം ഡിമ്പിൾ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇതാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകണ കേക്ക്. ഹാപ്പി ബർത്ത്ഡേ കെൻഡ്രിക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡിമ്പിൾ അതൊക്കെ വീണ്ടും മറ്റേ ഇതിൻ്റെ തീം തന്നെയാണ്. സ്കൂളിലേക്ക് കൊടുത്തയക്കുമ്പോൾ മറ്റേ എന്നിട്ട് പറയുക, സ്പൈഡർമാൻ്റെ സംഭവം തന്നെയാണ് കേട്ടോ. എല്ലാതും വെച്ച് അവളും ഡാഡിയും കൂടി ഇട്ടാണ് പോയത്. അങ്ങനെ പോയി കേക്ക് കട്ടിങ്ങിനൊന്നും നിന്നില്ല. അവിടെ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ വീഡിയോസ് സെൻഡ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അവിടെ കേക്കും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് അവരിങ്ങോട്ട് പോരുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ പോണതിന് മുമ്പ് ഈ ഡ്രസ്സിലൊന്ന് ഫോട്ടോ എടുത്ത് അപ്പയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ നോക്കി. അവനെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഡിവൈൻ ഉണ്ടായാലേ കാര്യമുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഡിവൈൻ എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിച്ചിട്ട് ഫോട്ടോ എടുക്കും. അപ്പോൾ ഇത് നമ്മുടെ ലാപ്ടോപ്പ്, ഡിവൈൻ ഗിഫ്റ്റ് കൊടുത്ത ലാപ്ടോപ്പ് കാണിച്ച് ഇത് തരാം, നല്ല കുട്ടിയായിട്ട് നിന്നാലെന്നൊക്കെ പറഞ്ഞിട്ട് കൊതിപ്പിച്ച് ഫോട്ടോ എടുക്കാമെന്ന് പറയില്ലേ, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഡാഡി ബോക്സുകളും ഇന്നലെ നിങ്ങൾ കണ്ടുല്ലോ ബോക്സുകളിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതും കേക്കും കൂടിയിട്ട് വണ്ടിയിൽ, റിട്ടേൺ ഗിഫ്റ്റൊക്കെ കൂടിയിട്ട് വണ്ടിയിൽ കയറ്റി വെച്ചു. അപ്പോൾ ദേ പാച്ചുട്ടൻ്റെ ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാക്കോച്ചൻ ഒപ്പം കിടന്ന് എന്താ പറയുക, അവന് ഭയങ്കര ഇഷ്ടമാണ് പാച്ചുവിനെ ഓരോന്ന് കഴിക്കുമ്പോൾ. ഇപ്പോൾ പറയണത് ഞാനാ പാച്ചു എന്ന്. അവനത്രേ പാച്ചു, അത്രയും ജീവനാട്ടോ 2 പേരും. അപ്പോൾ ഡിവൈൻ ഇടയ്ക്ക് പറയും നമ്മളുടെ കെസ്റ്റർ ബേബിയുടെ അതേ അവതാരമാണ് ഇവൻ. കാരണം ഒരുപോലെയാണ് 2 പേരും ഓരോ കാര്യങ്ങൾ ചെയ്യുക. രൂപത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. 2 പേരുടെ സ്വഭാവം ഒരേപോലെയാണ്. അപ്പോൾ ഞങ്ങളെപ്പോഴും പറയും അവൻ ഇവൻ്റെ രൂപത്തിൽ വന്നതാണ് എന്ന് പറയും കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, ഒറ്റയ്ക്കുള്ള ഫോട്ടോസൊന്നും കാര്യമായിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അമ്മയും മോനായിട്ടുള്ള ഫോട്ടോസ് നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ.
അപ്പോൾ ഡിവൈൻ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കും കേട്ടോ, അങ്ങനെയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിതുപോലെ ഇവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് ബഹളം കേട്ടിട്ട് പുറത്തേക്ക് പോണ ഒരു സ്കൂട്ടറുകാരൻ നിർത്തിയിട്ട് ഇത് എന്താണാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോയത്. അയാൾക്ക് ബഹളം കേട്ടപ്പോൾ എന്തുകൊണ്ടാണാവോ, ഇനി വല്ല തല്ലൂട്ടം ബഹളമാണാവോ എന്ന് വിചാരിച്ചു. അങ്ങനെ കുട്ടികളൊക്കെ പോയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാദ്യമ്പറൊക്കെ ഒന്ന് ഒതുക്കി ഡിവൈൻ മോർണിംഗ് കൊണ്ട് മുകളിലേക്ക് പോയി. കാരണം ഇന്ന് കാര്യമായിട്ട് പടികളൊന്നുമില്ല. ഉച്ചയോട് കൂടിയിട്ട് റൈസ് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡിവൈൻ തന്നെ കുസ്ക അങ്ങനെയാണ് അതിൻ്റെ പേര്, അത് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാകുമ്പോൾ അതിനൊരു സാലഡും അച്ചാറും ഉണ്ടായാൽ അത് മതിയല്ലോ. അപ്പോൾ നമ്മുടെ സഖാവ് കിടന്ന് ബഹളം വയ്ക്കുക. അപ്പോൾ അവനെ ഒന്ന് ഒതുക്കാനായിട്ട് റോസമ്മയുടെ മറ്റേ ARA വൈബ്സ് ഉണ്ട് റോസയുടെ. അപ്പം ഞങ്ങളുടെ ഒന്നിച്ച് അന്നത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതാവുമ്പോൾ അവന് ഇഷ്ടമായി. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ പുതിയ കോറലിൻ്റെ കളക്ഷൻസാണ് കേട്ടോ. ഇതിപ്പോൾ കളക്ഷൻസ് വന്നിട്ട് കുറച്ച് നാളായി. ഇത് ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. ഇതൊക്കെ കോറലാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. കോറലിൻ്റെ നല്ലോണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നവരത്നത്തിൻ്റെ. ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മളുടെ കയ്യിലേക്കുള്ള ഏറ്റവും വലിയ നവരത്നം. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഇതൊക്കെ ഭംഗിയുണ്ടെങ്കിലും അതാണ് അതിൻ്റെ നമ്മൾ പറയില്ല ഒരെണ്ണം എന്തായാലും മുൻപന്തിയിൽ നിൽക്കുന്നത്, അത് മറ്റതാണ്. ഇത് നമ്മുടെ കോറലിൻ്റെ ലക്ഷ്മി ഭയങ്കര നല്ല ഭംഗി, ആൻറ്റിക്കാണ് കേട്ടോ, നല്ലതാണ്. അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെയാണ്. നമ്മളുടെ റൂബിയും വൈറ്റൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ സെയിം കോറലാണ്. അപ്പോൾ കോറലിൻ്റെ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ കോറലും സാൻഡ് സ്റ്റോണും വളരെ അപൂർവമാണ് കിട്ടിയിരുന്നത്. അതുപോലെ ടർക്കോയ്സ് ബ്ലൂവിൻ്റെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. പക്ഷേ കോറലിൻ്റെയും സാൻഡ് സ്റ്റോൺ 2 പാറ്റേണുള്ളൂ. കോറലിൻ്റെ കണ്ടമാനം പാറ്റേൺസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഭംഗിയുള്ളതാണ്. ഇതൊക്കെ ആൻറ്റിക്കിൻ്റെയാണ്, ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ ഓർണമെൻറ്റ്സിന്. അപ്പോൾ അതുപോലെ തന്നെ പിന്നാണ്, പിരിയല്ല. ആൻറ്റിക്കിൻ്റെ ഒക്കെ വരുന്നത് പിൻ ടൈപ്പാണ് കേട്ടോ, കമ്മലിന് പിൻ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഏത് സാരിയുടെ കൂടെയോ അല്ലെങ്കിൽ സെറ്റ് മുണ്ടിൻ്റെ അല്ലെങ്കിൽ പട്ട് സാരികളുടെയൊക്കെ കൂടെ ഉടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ആൻറ്റിക് ഓർണമെൻറ്റ്സിന് അതാണല്ലോ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ആഢ്യത പറയണത് അതിനാണല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കോറലിൻ്റെ തന്നെ പല പാറ്റേൺ വളകളാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, ഒരു കൂട്ടർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കോറലിൻ്റെ കംപ്ലീറ്റ് കാണിക്കാൻ വേണ്ടി ഫോട്ടോസ് എടുത്തതാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിലും കൂടി കിടന്നോട്ടെ, അപ്പോൾ നിങ്ങൾക്കും ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കാമല്ലോ വെച്ചിട്ട് ആദ്യത്തെയൊക്കെ ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ അവർക്ക് തന്നെ വേറെ മോഡൽസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. അങ്ങനെ ഇതിങ്ങനെ എടുത്തിരിക്കുമ്പോഴേക്കും ഡിവൈൻ നമ്മുടെ മാംഗോ ജ്യൂസ് അടിച്ചിട്ട് വന്നു കേട്ടോ. മാംഗോ ഞാൻ പറഞ്ഞില്ല, അൽഫോൺസോ മാംഗോയുടെ നല്ല മാങ്ങ, അങ്ങനെ പറയാൻ പറ്റും, നല്ല മധുരമൊക്കെയുള്ള നല്ല ഇതായിരുന്നു. അപ്പോൾ ഷെയ്ക്ക് അടിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോഴേക്കും 12:30 ആയപ്പോഴേക്കും തോമു എത്തി. തോമുവിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വിളിച്ചാൽ വിളിയാക്കണോടത്താണ് സ്കൂള്. അപ്പോൾ സ്കൂളിൽ നിന്നുള്ള വിശേഷങ്ങൾ പറയുക. അവൻ വന്ന് കയറി പിന്നാലെ വന്നു നമ്മുടെ പാച്ചുട്ടൻ. അപ്പോൾ രണ്ടാളും ഇവിടെ ഈ സമയത്താണ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടുക കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ മുകളിലേക്കും പോവും, ഒരാൾ താഴത്ത് റൂമിലേക്കും പോവും. അങ്ങനെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ രീതി. കാരണം രണ്ട് പേർക്ക് ഒന്ന് റെസ്റ്റ് വേണമല്ലോ, സ്കൂളിൽ പോയി വന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പാച്ചു റിട്ടേൺ ഗിഫ്റ്റ് കൊണ്ടുപോയപ്പോൾ ഒരെണ്ണം പാച്ചുവിനും കൊടുത്തു മിസ്സ്. അപ്പോൾ അതും കയ്യിൽ വെച്ചു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സൂപ്പർ ചെമ്മീൻ റോസ്റ്റ് കുസ്കാന്നാന്ന് തോന്നുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല കേട്ടോ പറയാനായിട്ട്. പിന്നെ സാലഡും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ വേറെ കറികളൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുട്ടികളോടൊക്കെ പൊക്കോളെന്ന് പറഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഒതുക്കാൻ നിന്നു. അതായത് ഡിവൈനും കുട്ടികൾ നേരത്തെ പോയി, ഡിമ്പിളും മോനും കൂടി പോയി. അവന് ഇന്ന് ഭക്ഷണം വേണ്ട, അവനിന്ന് തണ്ണിമത്തങ്ങ മതി എന്ന് പറഞ്ഞു. സ്കൂളിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കേക്കൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു നിർബന്ധിക്കേണ്ട എന്ന് പറഞ്ഞ് ഞാൻ വേഗം ഫ്രിഡ്ജ് ഒതുക്കാൻ നിന്നു. കാരണം ഈ ആഴ്ച എനിക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഫ്രിഡ്ജ് ഒതുക്കാൻ നിന്നപ്പോൾ ഫ്രീസറിൽ അത്ര വലിയ ഒതുക്കാനായിട്ടൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് സിപ്പപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ അതത് സ്ഥാനങ്ങളിലേക്ക് വെച്ച കവറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചു. പിന്നെ ഈ ഒരു ഭാഗമാണ് നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ കുട്ടി പാത്രങ്ങൾ നിറച്ച് കറികളോ അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് കയറി ഫുള്ളാവും, ഫ്രിഡ്ജ് ഫുള്ളാവും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതൊന്ന് എന്താ പറയുക തിരുമറി ചെയ്യുമ്പോഴാണ് അതൊന്ന് ഒതുങ്ങിയിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ ഇതിലത്തെ നോക്കിയപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ആൽമണ്ട് എടുത്ത് അതിൽ നിറച്ചു.
അതുപോലെ വേപ്പില പകർത്തി, മറ്റേ ഉള്ളി പകർത്തി, മുകളിലത്തെ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പകർത്തി പഴയ മറ്റേ മല്ലിയിലയും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു. അങ്ങനെ മുകളിൽ ഇങ്ങനെ സെറ്റാക്കി മറ്റേ കപ്പൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചു. പിന്നെ ഞാൻ രണ്ടാമത്തെ തട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ തട്ട് ഫുൾ വൃത്തിയായി. അങ്ങനെ രണ്ടാമത്തെ തട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നത് ഞാൻ ബൗളിലേക്ക് ആക്കി വെച്ചു. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ തുടച്ചിട്ടും പോണില്ല കേട്ടോ. ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്തേക്ക് എടുത്തിട്ട് കഴുകണം. അപ്പോൾ അതിന് ആദ്യം ഞാൻ വിചാരിച്ചു വല്ല പേപ്പർ ഇട്ടാലോ. പിന്നെ വെച്ചാൽ വേണ്ട, അത് എങ്ങനെ വന്നാലും നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ ഒരു കരിയല്ല അത്, എന്തെന്നാ പറയുക, ഒരു കളറ് വരണതാണ് അത്. അങ്ങനെ ഞാൻ ഫ്രിഡ്ജ് കംപ്ലീറ്റ് ഒതുക്കി. ഫ്രിഡ്ജ് ഒതുക്കണ ദിവസമാണല്ലോ നിങ്ങൾക്കറിയാമല്ലോ. ഫ്രിഡ്ജ് ഒതുക്കണ ദിവസം നമ്മൾക്ക് പാത്രങ്ങൾ കഴുകാൻ കുറേ ഉണ്ടാവും. അങ്ങനെ ഞാൻ അത് കളയാനുള്ളത് കളഞ്ഞു, എന്താ പകർത്താനുള്ളത് പകർത്തി, പട്ടിക്ക് കൊടുക്കാനുള്ളത് ഒരു വശത്ത് മാറ്റി വെച്ചു. അങ്ങനെ ആ പരിപാടികൾ ചെയ്യണതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു വാഷ് ചെയ്യാനായിട്ട് കുറേ ഉണ്ട്, എന്നാൽ പിന്നെ അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഇത് ഒതുക്കി കഴിഞ്ഞോട് കൂടിയിട്ട് വാഷിങ്ങും കഴിയുമല്ലോ. അങ്ങനെ വിചാരിച്ചപ്പോൾ തുണികൾ 2 ദിവസമായിട്ട് അകത്തിട്ട കാരണം ഒരുവിധം എല്ലാതും ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ സെക്ഷനായിട്ട് ഒതുക്കിയപ്പോൾ ഒരു കമ്പാർട്ട്മെൻറ്റ് ഒഴിവായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ പാച്ചുവിൻ്റെ റിട്ടേൺ ഗിഫ്റ്റ്. ഇതിൻ്റെ കൂടെ ഒരു 6, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡിമ്പിളുടെ ഇതിൽ 6 പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷും മറ്റേ പെയിൻറ്റുമായിട്ട്. അപ്പോൾ ഞാൻ അത് 2 ഇനി ചാക്കോൻ്റെയും തോമുൻ്റെയും കൂടിയിട്ട് വെച്ചിട്ട് വേണം, മാഗ്നറ്റ് വെച്ചിട്ട് വേണം ഫോട്ടോ വെച്ചിട്ട് വേണം മാഗ്നറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഒരേ ഭാഗം ക്ലിയർ ചെയ്തു. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരറ്റത്തുനിന്ന് തുടങ്ങും, എന്നാലും നമുക്ക് ഒതുക്കിയാൽ കാണുള്ളൂ. അല്ലെങ്കിൽ ഇടയിൽ നിന്ന് ഒതുക്കി കഴിഞ്ഞാൽ അവിടെയും കുറച്ച് കിടക്കും, ഇവിടെയും കുറച്ച് കിടക്കും. അപ്പോൾ ചിലരുണ്ട് ഇടയിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ പറയില്ലേ നടുക്കുന്ന് എടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്യാതിരിക്കുക. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു വശത്തൊന്ന് ഒതുക്കി വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞോടത്തോളം അങ്ങോട്ട് കഴിയും. അല്ലെങ്കിൽ അവിടെയും നിൽക്കില്ല ഇവിടെയും നിൽക്കില്ല എന്നുള്ള രീതിയിലാവും കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം നിങ്ങൾക്കിപ്പോൾ കണ്ടറിയാം, ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ഒതുക്കിയതിന് ശേഷമാണ് ഞാൻ ഇപ്പുറത്തേക്ക് കിടന്നത്. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഓരോ സ്ഥലങ്ങളായിട്ടാണ്, അതായത് ആദ്യം ആ വശം ഒതുക്കി, പിന്നെ ഇവിടുന്ന് അങ്ങേ വശം വരെ ചെയ്യും. അത് കഴിഞ്ഞ് വാഷ് ബേസിൻ്റെ അവിടെ നിൽക്കും, അത് കഴിഞ്ഞ് ഓവൻ്റെ അവിടെ നിൽക്കും. അപ്പോൾ അതോട് കൂടിയിട്ട് അടുക്കള ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ സെക്ഷനായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ക്ലീൻ ആവും. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എടുത്ത് അവിടെ വെച്ചോ, അവിടെ നിന്ന് എടുത്ത് ഇവിടെ വെച്ച് ഇത് കഴിയില്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. കുറേ കുട്ടികൾ എന്നോട് പറയും, ആൻറ്റി പറയണതിൻ്റെ ഇടയിൽ വല്ല ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന്. ഇതാണ് ഏറ്റവും വലിയ ടിപ്പ്. ഇപ്പം നിങ്ങൾ നോക്കിയറിയാം, ഒരു വശത്തുനിന്ന് കംപ്ലീറ്റ് കഴിഞ്ഞതാ, ഈ വശം കൂടി കഴിഞ്ഞപ്പോൾ ഫുൾ റൗണ്ട് കഴിഞ്ഞു. തിരിച്ച് നമ്മൾ ഇവിടെ ഒരു വശത്ത് ഇവിടെയും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്നൊന്നും കഴിയില്ല. ഇവിടെ നിന്ന് അവിടേക്കും അവിടെ നിന്ന് ഇവിടേക്കും എടുത്ത് വെക്കാമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഫ്രിഡ്ജ് ഒതുക്കി കഴിയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, പാത്രങ്ങൾ ഇഷ്ടം പോലെ വരും. അതൊക്കെ കഴിഞ്ഞ് അവർക്കുള്ള ഭക്ഷണം ചോറ് വേവിച്ചു. അപ്പോഴേക്ക് വാഷിംഗ് മെഷീൻ നിന്നു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ വെച്ചിട്ട് ആദ്യം അവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാൻ നിന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കൊടുത്തിട്ട് തുണി അലക്കാൻ തോരിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു എളുപ്പമുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് കാണിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ പുറത്തുള്ള തുണികളെടുത്തിട്ട് അകത്തേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ തുണി തോരയിടാൻ നിന്നത്. അവരെ ഞാൻ കൂട്ടിലാക്കിയിട്ടാണ് ഞാൻ തുണി തോരയിടാൻ നിൽക്കുക. അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് തട്ടി നിൽക്കും. അപ്പോൾ അത് എനിക്ക് ഇരട്ടി ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറച്ച് നേരം കൊണ്ട് ചെയ്യേണ്ടത് കുറേ നേരം എടുക്കും. അങ്ങനെ തുണികളൊക്കെ ഒരറ്റത്തേക്ക് ഞാൻ ഇടും. നടക്കാനായിട്ട് ഒരു വഴി ഒഴിച്ചിട്ടിട്ടാണ് ഞാൻ തുണികൾ വാഷ് ചെയ്യാനായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇന്നും എന്നോടൊരു കുട്ടി ചോദിച്ചപ്പോൾ ഞാനത് ഇന്ന് മറന്നു പോയിട്ടോ എടുക്കാനായിട്ട്. ഞാനത് കാണിക്കാം, അഴയ്ക്ക കെട്ടണ സംഭവം എങ്ങനെയാണെന്നുള്ളത്. അതായത് നമ്മുടെ ഈ കുട്ടി മതിലുകളില്ലേ, കണ്ടോ ഒരു മറ്റേ പട്ട, ആ പട്ടയമ്മ ഓട്ടകളാണ്. അപ്പോൾ അതനുസരിച്ച് എല്ലാത്തും വീണ്ടും ഇടയിൽ അടിച്ചിട്ട് അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ് ചുറ്റിയിട്ടാണ് നമ്മളുടെ അഴയ്ക്ക കെട്ടിയേക്കണത് കേട്ടോ. അങ്ങനെ ഞാൻ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരുവിധം നേരമായി. എന്നാലും ഫ്രിഡ്ജും അവിടേക്കൊന്ന് ഒതുങ്ങി എന്നുള്ളൊരു സന്തോഷം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഉച്ചയ്ക്ക് ഞാൻ അങ്ങനെ കിടന്നുമില്ല. അങ്ങനെ കുറേ സൂഫിയുടെ വളകളും കാര്യങ്ങളുണ്ടായിരുന്നു. കുറേ നാളായി എല്ലാവരും ചോദിക്കുന്നുണ്ട് സൂഫിയുടെ ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ കമ്മൽ അല്ലെങ്കിൽ ലോക്കറ്റ് കാണിച്ച് ഒതുക്കാറ പതിവ്. അപ്പം ഞാൻ
വളകളെടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല കളറുകളാണ് വളകൾ എല്ലാതും. നിങ്ങൾ ഇതിലിങ്ങനെ നോക്കിയാൽ അറിയാം ഏതൊക്കെ കളറാണ് എന്തൊക്കെ കളറാണ് ഉള്ളതെന്ന്. പേസ്റ്റൽ കളേഴ്സ് ഉണ്ട്, പിന്നെ നമ്മളുടെ നല്ല കണ്ടോ ഇതൊക്കെ ഒരു കിട്ടാത്ത കളറുകളാണ്. അപ്പോൾ ആർക്കെങ്കിലും വല്ല ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കയ്യോടെ നിങ്ങൾ പറഞ്ഞോട്ടാ. അപ്പോൾ ഇതൊക്കെ ആ ഗ്രീനും പേസ്റ്റൽ ഗ്രീനിൽ പെട്ട സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതിൻ്റെ തന്നെ കുഞ്ഞ് 2 നെക്ലസ് ഉണ്ട്, പച്ചയും ചുവപ്പും. അത് ഡിവൈൻ എന്തായാലും നാളെ വീഡിയോയിൽ ഇടാണ്ടിരിക്കില്ല, കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വിശദമായിട്ട് ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരുവിധത്തിൻ്റെയൊക്കെ കമ്മലും ലോക്കറ്റും ഉണ്ട് കേട്ടോ. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് നേരമില്ലാത്ത കാരണം എനിക്ക് കാണിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് സെറ്റായിട്ട് എടുക്കാനായിട്ട്. പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ കൈയോടെ വളകൾ മാത്രം എടുത്തിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കുക ചെയ്തത്. അപ്പോൾ ഇതിൽ കുറേ വള എനിക്ക് പാക്ക് ചെയ്യാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ആ പാക്കിങ്ങും കാര്യങ്ങളും ഇതോടുകൂടി അങ്ങോട്ട് കഴിഞ്ഞു. കുട്ടികളായിട്ട് എനിക്ക് ചെയ്തു തരും, ഡിംപിളായാലും ഡിവൈനായാലും പാക്ക് ചെയ്ത് തരും. ഞാനതിങ്ങനെ അഡ്രസ്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ സൂഫിയുടെ കമ്മൽ, ലോക്കറ്റ്, മോതിരം ഒക്കെ ഉണ്ട് കേട്ടോ. വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഒരിടയ്ക്ക് ചോദിക്കുമ്പോൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നിങ്ങൾ വിളിച്ചാൽ ഇപ്പോഴും കുറേ പേര് അറിയാത്തവരായിരിക്കണം, പുതിയ കോണ്ടാക്റ്റിലുള്ളവരായിരിക്കണം, അവർ നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ ഓൾറെഡി സൈലൻറ്റിലാണ്, അപ്പോൾ അതുകൊണ്ട് കേൾക്കില്ല കേട്ടോ, ഫോൺ എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ അരമണിക്കൂർ കൂടുമ്പോഴെങ്കിലും ഞാൻ കാണാണ്ടിരിക്കില്ല. പിന്നെ ഉച്ചയ്ക്കൊക്കെ ഒന്ന് ഉറങ്ങിപ്പോയാലാണ് ഞാൻ കുറച്ച് ലേറ്റ് ആവാൻ മറുപടി പറയാനായിട്ട് കേട്ടോ. എന്നാലും ഞാൻ കിടക്കണതിന് മുമ്പ് എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് റിപ്ലൈ തരും. അപ്പോൾ ഇവിടെ ഒരാൾ നൂഡിൽസിന് വേണ്ടിയിട്ട് നൂഡിൽസിൻ്റെ ബൗളും പിടിച്ചിരിക്കുക. ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഭക്ഷണത്തിനും ഓരോ പാത്രമാണ്. അത് മൂപ്പരുടെ മെയിൻ സംഭവം അങ്ങനെ തന്നെയാണ്. ചോറുണ്ണാണെങ്കിൽ അവന് കിണ്ണം വേണം, സ്റ്റീലിൻ്റെ കിണ്ണം എടുത്ത് കൊണ്ടുവന്നിട്ടാണ് ചോറുണ്ണാനായിട്ട്. നൂഡിൽസ് ആണെങ്കിൽ ഈ ബൗള് വേണം, വേറെ വല്ല സ്നാക്സ് ആണെങ്കിൽ സ്റ്റീലിൻ്റെ കുഞ്ഞു പാത്രം വേണം. ഇങ്ങനെയാണ് അവൻ്റെ ഒരു പരിപാടി കേട്ടോ. അപ്പോൾ ഡിംപിളിനെ ഓരോന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. ഡിംപിൾ എപ്പോഴും ഇങ്ങനെ പേടിപ്പിക്കണ പോലെയൊക്കെ കാണിക്കുക. അപ്പോൾ എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് ഭയങ്കര അഭിനയം കേട്ടോ മൂപ്പർക്ക്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കക്ക റോസ്റ്റ് ചെയ്യാനായിട്ട് നിന്നു. വെറുതെ മറ്റേ നിങ്ങൾക്കറിയാമല്ലോ മഞ്ഞപ്പൊടിയും ഇതിട്ട് വേവിച്ചും നമ്മൾ മാറ്റി വയ്ക്കുന്ന കക്കയുണ്ടല്ലോ, ഈ സംഭവം ഞാൻ വെറുതെ റോസ്റ്റ് ചെയ്തതാണ്. ഇഞ്ചി, വേപ്പില, പച്ചമുളകും സബോളയും അതൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ എന്ത് കാണിക്കുന്നത് വെച്ചാൽ ഈ വേവിച്ച കക്ക മസാലയൊക്കെ ഇട്ടിട്ട് ഓവനിലിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ആവിയേറ്റും, എന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇടുക കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ആ ആവിയേറ്റിനിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ അതിലും ഒഴിക്കും ഇതിലും. അതായത് മസാലപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓവനിൽ വെച്ചിട്ട് നല്ലോണം തിളപ്പിക്കും. 1.5 മിനിറ്റൊക്കെ വേവിക്കും, എന്നിട്ടാണ് ഞാൻ ഈ മസാലയിൽ ഇടുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ തക്കാളി ഒന്നും ഇട്ടിട്ടില്ല, വെറുതെ ഇഞ്ചി, വേപ്പില, പച്ചമുളക്, മറ്റേ മസാലയും കാര്യങ്ങളൊക്കെ മാത്രം കേട്ടോ. അതുപോലെ സബോള നമ്മളെപ്പോഴും വളരെ കുറവ് യൂസ് ചെയ്യണം. കൂടുതലായി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് വരും. വളരെ കുറവ് ഉള്ളത് ക്രിസ്പായിട്ട് വറുത്തിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നാളേക്കുള്ള മീൻ മുളക് പുരട്ടി വെച്ചു, പയർ വേവിച്ച് വെച്ചു. നാളെ ഉണക്കപ്പയറാണ് കേട്ടോ. ഇന്ന് രാത്രിയിൽ മുതിരയായിരുന്നു. അപ്പോൾ നല്ല ചൊടിയിൽ കാച്ചി കഴിഞ്ഞാൽ നല്ല മഴയും കൂടി ആണല്ലോ. ഡാഡിക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞു. നല്ല ചൂടുള്ള ചോറും ഇതൊക്കെ കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിള്ളേർസ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുക, കിടന്ന് ഉറങ്ങാനായിട്ട് കേട്ടോ. അപ്പോൾ ഡിവൈൻ ആദ്യമേ കയറി, കാരണം അയേൺ ചെയ്യാണ്ടായിരുന്നു മോൻ്റെ നാളത്തെ സ്കൂൾ. നാളെ എന്തോ ബ്ലൂ ഡേ എന്നങ്ങടെ പറഞ്ഞത്. അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ ഡിംപിളതേ അകൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി റോബോട്ടിനെ ഇറക്കണതിൻ്റെ മുന്നോടിയായിട്ട് അപ്പോൾ ഞാൻ ഇവർക്കുള്ള ഇറച്ചിയും കാര്യങ്ങളൊക്കെ വേവിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്ത് വരുമ്പോഴേക്കും ഡിംപിൾ അടിച്ച് ഇത് റെഡിയാക്കിയിട്ട് റോബോട്ടിനെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ റോബോട്ടിനെ ഇറക്കി വിടുമ്പോഴുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ പകൽ എന്തായാലും പറ്റില്ലേ, കുട്ടികൾ ഉള്ളപ്പോൾ എങ്ങനെ വന്നാലും ചാക്കോച്ചരെങ്കിലും ഉണ്ടാവുമല്ലോ. പകൽ പറ്റില്ല. പിന്നെ നമ്മൾ ബിസിനസ്സിലിരിക്കുമ്പോൾ ആ മേശപ്പുറത്ത് ഇരുന്നിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അങ്ങോട്ട് വിടാൻ പറ്റില്ല. രാത്രിയിലാകുമ്പോഴുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ചെയ്യുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് സാധനങ്ങൾ മാറ്റി കൊടുത്തിട്ടാണ് ചെയ്യുക. അത് കഴിഞ്ഞ് കിടക്കണതിന് മുമ്പേ വെച്ചാൽ എനിക്കിത് മുഴുവൻ അതാത് സ്ഥാനത്ത് ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അങ്ങനെ 10:30 കൂടിയിട്ടാണ് ഇത് കംപ്ലീറ്റ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് റോബോട്ടിനെ ഇറക്കി വിട്ടത്. അപ്പോൾ ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ 8:30 9 മണിക്ക് 9:30-ക്കൊക്കെയാണ് അവനെ വിട്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴാണോ സ്ഥിരം വിടൽ നിർത്തി, കാരണം അത് ശരിയാവണില്ല. അപ്പോൾ കൃത്യമായിട്ട് ശരിക്കും ഒരു അലാം വെച്ച് ഇട്ട് കഴിഞ്ഞാൽ അവ നേരത്ത് ഇറങ്ങി വന്ന് കാര്യങ്ങൾ കഴിച്ച് പോകും. പക്ഷേ നമ്മളുടെ അവിടെ അത് പറ്റില്ല, കാരണം കുട്ടികൾ എപ്പോഴാണുള്ളത്, ഏത് സമയത്താണ് എന്നൊക്കെ ഒന്നും അറിയണ്ടേ. അപ്പോൾ അവരൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അവളെ ഇറക്കാൻ പറ്റുള്ളൂ. ഞാൻ അവളേന്ന് പറയും, അവർ അവനേന്ന് പറയും. എന്തായാലും ഞാൻ എപ്പോഴും പറയണ പോലെ റോബോട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയില്ല എന്ന് പറയില്ലേ, അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഡംബൽസിലത്തെ വളകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് സൂഫിയാണ്, ഇത് ഡംബൽസാണ്. ഡംബൽസിൻ്റെ വൈറ്റ് ഒഴിച്ച് വേറെ എല്ലാ കളറുകളും ഉണ്ട്. വൈറ്റ് എന്താ ഓൺ ദ വേ എന്ന് പറയില്ലേ, അത് അങ്ങനെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളൂ, എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഭംഗിയുള്ള വളകളാണ്. ഇത് പ്രത്യേകിച്ച് കണ്ടോ, ഒരെണ്ണം തന്നെ ഉള്ളൂ കേട്ടോ, വേറെ ഇല്ല. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഭയങ്കര ഭംഗിയുള്ളതാണ്. അപ്പോൾ ഇത് നീല, പച്ച, നീല, പിന്നെ റൂബി, അങ്ങനെയൊക്കെയാണ്. ഇത് സ്പ്ലിറ്റ് ബാങ്കിൾ തന്നെയാണ് കേട്ടോ, 2 അറ്റം മുട്ടിയിട്ടില്ല. അത് കണ്ടോ, അത് ഏത് സൈസുകാർക്കും ഇടാവുന്ന ഒരു സൈസ്. എന്നോട് 1-2 കുട്ടികൾ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ സമയത്ത് എടുത്ത് കാണിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ സ്പ്ലിറ്റ് ബാങ്കിൾസാണ്. ഇതൊക്കെ അങ്ങനെ തന്നെയാണ്, മറ്റേ AD സ്റ്റോൺസും ഇതുമായിട്ടുള്ളത്, ബോളും ആയിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ രണ്ടും 2 വലുപ്പമാണ്, ഒരു കുഞ്ഞിതും ഒരു വലുതും അങ്ങനെയാണ്. ഇത് സാധാരണ ഡംബൽസിൻ്റെ ബോള്. ഇത് ഡംബൽസിൻ്റെ ബോളിൻ്റെ കൂട്ടത്തിൽ ഒരു ഇതും കൂടി ഡബിൾ ഇതായിട്ട്. ഇത് ലവ്, ഇതിൻ്റെ വൈറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയതാണ് കേട്ടോ, സോൾഡ് ഔട്ടായി പോയതാണ്. അതുപോലെ അതുപോലെ ഇനിയൊരു മൾട്ടി കളർ ഉണ്ട് കേട്ടോ, ഭയങ്കര ഡിമാൻഡുള്ളൊരു സംഭവം. ഞാനിത് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ അങ്ങനെയുള്ള ഇതാണ്, ഒക്കെ AD സ്റ്റോൺസാണ് കേട്ടോ. പതിഞ്ഞ് കിടക്കുന്നതാണ്, മേലിങ്ങനെ എടുക്കുകയൊന്നും ചെയ്യില്ല. ഇത് ബ്ലൂ ആണ്. പിന്നെ ബ്ലൂവിൽ ഞാൻ പറഞ്ഞില്ലേ, എന്തോ ബ്ലൂ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എപ്പോഴും എല്ലാവരും എടുക്കുന്നവർ ബ്ലൂ എടുക്കുന്നുണ്ട്, എന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഭയങ്കര മൂവിങ്ങാണ് ബ്ലൂ കളറ്. അങ്ങനെ കംപ്ലീറ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഫുള്ള് ഒതുക്കിയിട്ടു. ഇനിയിപ്പോൾ വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഡിംപിൾ കുളി കഴിഞ്ഞ് വന്ന് ഡിംപിൾ ഒരു വശത്തുനിന്ന് ഒതുക്കി. അപ്പോൾ റോബോട്ടിൻ്റെ പണിയും ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നത്, കാരണം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിടക്കണോട് കൂടിയിട്ട് വോയിസ് ഓവർ കൊടുക്കല്ലേ വേണ്ടു. അങ്ങനെ എഡിറ്റ് ചെയ്യാൻ നിന്നപ്പോഴാണ് പാച്ചു ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പാച്ചു അപ്പാപ്പൻ്റെ അടുത്ത് കിടക്കുകയാണ്. ഡിംപിൾ കുളി കഴിഞ്ഞ് വന്ന് എന്നാൽ ഒരു ഗ്ലാസ് കാപ്പി കുടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വയ്ക്കാൻ നിന്നതാണ്. അപ്പോഴാണ് മൂപ്പർക്കും ഒരു ഗ്ലാസ് വേണമെന്നൊരു പൂതി. ഞാൻ കുടിക്കണ കണ്ടിട്ടാണ് കേട്ടോ. എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും ഒരേ ഗ്ലാസ് കാപ്പി കുടിച്ച്. അപ്പോൾ അറിയാമല്ലോ, സ്വാഭാവികമായിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കുക എന്നുള്ളത്. അങ്ങനെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും റോബോട്ട് അതിൻ്റെ പണി കഴിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കാണ് അടുത്ത പണി. ഈ വലിച്ചിട്ടതൊക്കെ തിരിച്ച് അതാത് സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ഓരോ ഭാഗം ഒതുക്കി. അല്ലെങ്കിൽ രാവിലെ എണീറ്റിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മെനക്കെട. ഇതാവുമ്പോൾ രാത്രി കിടക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ ഒരു സമാധാനമാണല്ലോ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തേ, കാവ്യയുടെ അച്ഛൻ മറ്റേ മാധവേട്ടൻ നമ്മളൊക്കെ നല്ലോണം പരിചയമുള്ളതാണ്. പ്രത്യേകിച്ച് ഡോണിൻ്റെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു അങ്കിളാണ്. അവൻ്റെ ഗദാമയിലെ തൊട്ടുള്ള ഒരു പരിചയമാണ്. പെട്ടെന്ന് ഇന്നലെ ഇങ്ങനെ മരിച്ചു എന്ന് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമാവുമല്ല, മനുഷ്യൻ്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞ് കിടന്നിട്ട് പിന്നെ എണീറ്റില്ല. അതാ പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇതുപോലെ ഇങ്ങനെ വലിച്ചിട്ടിട്ട് കിടക്കുമ്പോൾ ഞാൻ പറയും കുട്ടികളോട്, എപ്പോഴും ഒതുക്കിയിട്ടിട്ട് കിടന്നോളൂ, ആർക്കെപ്പോഴും എങ്ങനെയാണ് വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല എന്നുള്ളത് കേട്ടോ. കാരണം അത് ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇതെന്ത് ആൻറ്റി ഇങ്ങനെ പറയണത്. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയണതാണ്. ഞാനും എൻ്റെ ചേച്ചിയും അക്കിയുണ്ടല്ലോ, അക്കിയും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എപ്പോൾ നോക്കുമ്പോഴും വീട് എപ്പോഴും ക്ലീനാക്കി ഇടണം. മരണം മാത്രമല്ല കേട്ടോ, അതിഥികൾ വരുമല്ലോ. അപ്പോൾ അവർ വരുമ്പോഴായാലും ആ സമയത്ത് നമ്മൾ ഓടിപ്പോയിട്ട് ഇങ്ങനെ ഒരുക്കാണ്ട് എപ്പോഴും നമ്മുടെ വീട് ഒരുപോലെ കിടക്കാൻ ശ്രമിക്കണം എന്ന് പറയും കേട്ടോ. അങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു എല്ലാ ഭാഗവും കൂടെ ഒതുക്കിയിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായി. കാരണം ഇനിയിപ്പോൾ
ഞാൻ ഒതുക്കിയിട്ടാലല്ലേ പറയും പോലെ കുട്ടികൾക്ക് വലിച്ചിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇന്നിപ്പോൾ നല്ല മഴയാണ്. ഇനിയിപ്പോൾ നാളെ ക്ലാസ് ഇല്ലാണ്ടിരിക്കുകയോ ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ.